ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ആവർത്തന പുസ്തകം 31 അധ്യായമാണല്ലോ നമ്മളിന്ന് വായിക്കുന്നത്. 31 അധ്യായത്തിൽ മോശ ജനത്തെ വിളിച്ചു പറയുന്നു, എൻ്റെ നേതൃത്വം അവസാനിക്കാറായി, 120 വയസ്സായി, എൻ്റെ ശക്തി ക്ഷയിച്ചു. മാത്രമല്ല, ഞാൻ യോർദാൻ കടക്കയില്ലെന്ന് യഹോവയായ ദൈവം എന്നോട് കൽപ്പിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് എൻ്റെ മരണം ആസന്നമായിരിക്കുകയാണ്. നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങൾ പോകുമ്പോൾ ദൈവം നിങ്ങൾക്ക് മുന്നമേ പൊയ്ക്കൊള്ളും. അതുകൊണ്ട് നിങ്ങൾ ആരെയും ഭയപ്പെടേണ്ടതായ ആവശ്യമില്ല. യഹോവ പറഞ്ഞതുപോലെ എനിക്ക് ശേഷം ജോഷുവ നിങ്ങളെ വഴി നടത്തും. അതുകൊണ്ട് ശത്രുവിൻ്റെ ശക്തി കൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ടതായ കാര്യമില്ല. നിങ്ങളുടെ കൂടെ വരുന്നത് കർത്താവാണ്. പ്രിയമുള്ളവരെ, പുതിയ നിയമത്തിലും ദൈവം നമുക്ക് ഈ വാഗ്ദത്തം നൽകിയ സ്നേഹിതന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. കണ്ടാലും ലോകാവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഞാൻ പോയാൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കും. അവൻ സകല സത്യത്തിലേക്കും നിങ്ങളെ വഴി നടത്തിക്കൊള്ളും. നമ്മളും സ്വർഗീയ കനാനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന നമുക്കും ഇന്ന് നമ്മളെ ശക്തിപ്പെടുത്തുവാൻ, നമുക്ക് വേണ്ടി വാദിക്കുവാൻ, യുദ്ധം ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെയുണ്ട്. ആ വിശ്വാസത്തോടും ബോധ്യത്തോടും കൂടി നാം യാത്ര ചെയ്യുന്നെങ്കിൽ ഈ ഭൂമിയിൽ ആരെയും ഒന്നിനെയും നമുക്ക് ഭയപ്പെടേണ്ടതായിട്ടില്ല. അതനുസരിച്ച് നമ്മുടെ ജീവിതയാത്ര മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഈ വേദപുസ്തക വായനകളും വേദപുസ്തകത്തിലെ വാക്യങ്ങളൊക്കെ നമ്മെ ശക്തീകരിക്കേണ്ടതാണ്. 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ മോശ ഇസ്രായേലിലെ ലേവ്യ പുരോഹിതന്മാരെ വിളിച്ചിട്ട് പറയുന്നു, നേടിത്തരുന്നതായ ഈ നിയമം നിങ്ങൾ ആ വിശേഷപ്പെട്ട പേടകത്തിൽ വയ്ക്കണം. അവരാണല്ലോ അത് വഹിക്കുന്നത്. 7-ാം വർഷം, വിമോചന വർഷമായ 7-ാം വർഷം കൂടാര തിരുനാൾ നിങ്ങൾ ആഘോഷിക്കും. അന്ന് ജനത്തിനുമൊക്കെയും നിങ്ങൾ ഈ നിയമം വായിച്ച് കേൾപ്പിക്കണം. മോശ അതെല്ലാം എഴുതി അവരെ അവിടെ ഏൽപ്പിക്കുകയാണ്. യഹോവ തിരഞ്ഞെടുത്ത ആ സ്ഥലത്ത് ജനം സമ്മേളിക്കുമ്പോൾ അതിൽ കുഞ്ഞുകുട്ടി, ആബാലവൃദ്ധം, സകല ജനങ്ങളും മാത്രമല്ല പരദേശികളെയും അവിടെ വിളിച്ചു കൂട്ടണം. എല്ലാവരും യഹോവയുടെ ഈ വചനം എന്താണെന്നുള്ളത് കേൾക്കണം. അതനുസരിച്ച് അവർക്ക് ജീവിക്കാൻ ആയിട്ട് സാധിക്കണം. അത് എന്തിനാണെന്ന് വെച്ചാൽ ദൈവഭയം ഉണ്ടാകാൻ വേണ്ടിയാണ്. സ്ത്രീ പുരുഷ ഭേദമന്യേ, പ്രായഭേദമന്യേ എല്ലാവരും അത് വായിച്ച് കേൾപ്പിക്കണം. എല്ലാവരും യഹോവയെ അത് മുഖാന്തരം ഭയപ്പെടുവാൻ കാരണമായിട്ട് തീരും. ഇല്ലെങ്കിൽ അവരുടെ ഇഷ്ടം പോലെ അവർ ജീവിക്കും. അന്യദൈവങ്ങളിലേക്കൊക്കെ അവർ പോകാൻ സാധ്യത കൂടുതലാണ്. 14-ാം വാക്യം നമ്മൾ വായിക്കുന്ന ദൈവം മോശയ്ക്ക് കൊടുക്കുന്നതായ അന്തിമ നിർദ്ദേശങ്ങളാണ്. മോശയോട് പറയുന്നത്, നിന്റെ മരണം ആസന്നമായിരിക്കുന്നു. ഞാൻ ജോഷുവയെ നിയോഗിക്കാൻ വേണ്ടി നീ അവനെയും കൊണ്ട് സമാഗമന കൂടാരത്തിലേക്ക് ജോഷുവയെ നീ കൊണ്ടുവരണം. ഉടനെ തന്നെ ആ കൂടാരത്തിൽ ദൈവത്തിൻ്റെ തേജസ് വന്ന് നിറഞ്ഞു എന്ന് നമ്മൾ ഇവിടെ വായിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവിടെ ഒരു മേഘസ്തംഭം വന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ തേജസ് കൂടാരത്തിൽ വന്ന് ഇത് നിറഞ്ഞു എന്നാണ്. മോശയോട് പറഞ്ഞു, നീ നിൻ്റെ പിതാക്കന്മാരോട് നീ ചേരുവാൻ പോവുകയാണ്. അഹറോൻ ഇതിനു മുൻപ് മരിച്ചുള്ള പിതാക്കന്മാരോട് ചേർന്നതുപോലെ നീ നിൻ്റെ പിതാക്കന്മാരോട് ഇപ്പോൾ ചേരുവാൻ ആയിട്ടുള്ള സമയമായിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മരണശേഷം ഇല്ലാതാവുകയല്ല എന്ന് ഇവിടെ വളരെ വ്യക്തം. ദൈവം തന്നെ മോശയോട് പറഞ്ഞു, പിതാക്കന്മാരോട് നീ ചേരാൻ പോവുകയാണ്. പിതാക്കന്മാരോട് ചേരണമെങ്കിൽ ഇതിനു മുമ്പ് മരിച്ചുപോയ പിതാക്കന്മാരൊക്കെ അവിടെ ഉണ്ട്. അവിടെ ശരീരം മാത്രമേ നശിച്ചിട്ടുള്ളൂ, ആത്മാവ് ജീവിക്കുന്ന അവസ്ഥയിലാണെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ടല്ലോ. യഹോവ മോശയോട് പറഞ്ഞു, നിനക്ക് ശേഷം ഈ ജനം എന്നെ മറക്കും. പക്ഷെ അന്ന് ഈ നിയമം അവർക്കെതിരെ ഒരു സാക്ഷ്യമായിട്ട് നിലനിൽക്കണം. അവരിനിയും
വാഗ്ദത്ത ദേശത്ത് പാലും തേനും ഒഴുകുന്ന വാഗ്ദത്ത ദേശത്ത് ചെല്ലുമ്പോൾ അവർ ഇത് തടിച്ചു കൊഴുക്കും. ആടുമാടുകളും സമ്പത്തുകളും അവർക്ക് വർദ്ധിക്കും. അന്ന് അവരെന്നെ ഉപേക്ഷിക്കുകയും മറ്റു ദൈവങ്ങളുടെ പിന്നാലെ അവർ പോവുകയും ചെയ്യും. യഹോവയ്ക്കിത് മുന്നമേ മനസ്സിലാക്കിക്കൊണ്ട് മോശയോട് യഹോവയായ ദൈവം അത് പറയുകയാണ്. അപ്പോൾ നമുക്ക് ചോദിക്കാം, ദൈവത്തിന് വേണേൽ ഇവരെ തടയത്തില്ല. നേരത്തെ പറഞ്ഞല്ലോ, ഫ്രീ വിൽ. ദൈവം നമുക്ക് സ്വാതന്ത്ര്യം നമുക്ക് നൽകിയിരിക്കുകയാണ്. ദൈവത്തെ സ്വീകരിക്കാനും പുറന്തള്ളാനും വിശ്വസിക്കാനും അവിശ്വസിക്കാനും ഉള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അതുകൊണ്ടാണ് ദൈവം ബലപ്രയോഗത്തിലൂടെ ഇവിടെ ഒന്നും ചെയ്യുകയില്ല. എന്നാൽ ജനം എന്ത് ചെയ്യാൻ പോകുന്നുവെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ട് ദൈവം ഇത് തൻ്റെ സങ്കടം മോശയോടെ ഇവിടെ പങ്കുവയ്ക്കുകയാണ്. അതുകൊണ്ട് നീ ഈ ഗാനം എഴുതി നീ ജനത്തെ പഠിപ്പിക്കണം എന്നവരോട് പറഞ്ഞു. ഈ ഗാനം അവർക്കെതിരെ അതൊരു സാക്ഷിയായിരിക്കണം. അവരുടെ അതിരത്തിൽ അത് ഉണ്ടാകണം. അതിനുവേണ്ടി നീ അവരെ അത് പഠിപ്പിക്കണം. ഇനി യഹോവ അതിനുശേഷം ദന്നൂൻ്റെ മകനായ ജോഷുവയുടെ യഹോവയെ ദൈവം പറഞ്ഞു, നീ ധൈര്യമായിരിക്കുക, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. മോശയ്ക്ക് ശേഷം നീ ജനത്തെ വഴി നടത്തണം. നമ്മൾ ഈ ഭാഗമൊക്കെ വായിക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. മോശ ഇതൊക്കെ കേൾക്കുമ്പോഴും ഭയപ്പെടുന്നില്ല, നിരാശപ്പെടുന്നില്ല. വേണമെങ്കിൽ മോശയ്ക്ക് പറയാം, ഇത്രയും നാള് നീ എന്നെ വിളിച്ചു, ഈ 80 വർഷം, ഈ കഴിഞ്ഞ 40 വർഷത്തോളം, ഏകദേശം 40 വർഷം ഇപ്പോൾ ആകാൻ പോകുകയാണ്. ഈ ജനത്തെയൊക്കെ വഴി നടത്തിയത്, ഈ കഷ്ടതകൾ മുഴുവൻ സഹിച്ച് അവരുടെ കൂടെ വഴി നടന്ന് അവരെ കൊണ്ടുവന്നത് ഞാനാണ്. ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളെ ഞാൻ തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ദൈവമായ നിനക്ക് വേണ്ടി ഞാൻ ആ ജനത്തോട് ഞാൻ വാദിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയായിരുന്നു. അതുകൊണ്ട് എന്നെ ആ നാട്ടിലൊന്ന് കയറാനെങ്കിലും എന്നെ അനുവദിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പറയാമായിരുന്നു. പക്ഷെ മോശ അതൊന്നും ആഗ്രഹിക്കുന്നില്ല. കാരണം മോശക്കറിയാം, താൻ മരിച്ചാലും താൻ എവിടെയായിരിക്കും, തന്നെ വിളിച്ചവൻ വിശ്വസ്തനാണെന്നുള്ള വലിയ ബോധ്യം മോശയ്ക്കുണ്ട്. അതുകൊണ്ട് തനിക്ക് അവിടെ കയറാൻ സാധിച്ചില്ലെങ്കിലും മോശയ്ക്ക് ഇവിടെ യാതൊരു നിരാശയോ ഭയമോ ഒന്നും അദ്ദേഹത്തെ ബാധിക്കുന്നില്ല. ദൈവാത്മാവ് നമ്മിൽ വസിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വലിയ ധൈര്യവും പ്രത്യാശയും അതാണെന്ന് നമ്മൾ ഓർക്കുക. അതൊന്നും നമുക്കില്ലാതെ ഈ ധൈര്യവും പ്രത്യാശയും നഷ്ടപ്പെടുന്ന അർത്ഥം ദൈവാത്മാവ് നമ്മിൽ നിന്ന് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് അതിനർത്ഥം. മോശ ഗാനം എഴുതി എല്ലാവരെയും അത് പാടിക്കേൾപ്പിച്ചു. അവരെ അദ്ദേഹം അത് പഠിപ്പിക്കുകയും ചെയ്തു. എനിക്ക് ശേഷം നിങ്ങൾ ദൈവത്തെ മറക്കുമെന്ന് എനിക്കറിയാം. അന്ന് ഈ ഗാനം നിങ്ങൾക്ക് എതിരെ ഒരു സാക്ഷിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ദൈവം വിളിച്ച് ശാരീരികമായ ബലഹീനതകൾക്കൊക്കെ ഉണ്ടാകുന്നവനായ മോശ ഏകദേശം 40 വർഷത്തോളം ഈ ജനത്തെ വഴി നടത്തുവാൻ തക്കവണ്ണം ദൈവത്താൽ വിളിക്കപ്പെട്ടു. വളരെ നീതിപൂർവം തൻ്റെ പ്രവർത്തനങ്ങളെ മോശ ദൈവസന്നിധിയിൽ ഇവിടെ പ്രവർത്തിച്ചു. അവസാനം തൻ്റെ പിതാക്കന്മാരോട് ചേരുവാൻ തക്കവണ്ണം ദൈവിക കൽപ്പന പ്രകാരം മോശ മരിക്കാൻ പോവുകയാണ്. മരിക്കാൻ പോകുന്ന സമയത്തും അദ്ദേഹത്തിന് നിരാശയോ ദുഃഖമില്ല. പ്രത്യാശയോടെ ജനത്തെ എല്ലാം പറഞ്ഞ് അദ്ദേഹം അവിടെ ഫലമേൽപ്പിക്കുകയാണ്. ഇതാണ് ഒരു നല്ല വിശ്വാസിയുടെ അന്ത്യം എന്ന് പറയുന്നത്. നമുക്ക് ഭൂമിയിലുള്ള നമുക്ക് എല്ലാ കാലത്തും അനുഭവിക്കാൻ പറ്റുകയില്ല. ഒരിക്കലും നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടല്ല നമ്മളാരും വന്നിട്ടുള്ളത്. അത് ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവത്തിൻ്റെ ദാനമാണ് ഈ ഭൂമിയിലുള്ള സകലതും നമ്മൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പോയാലും ദൈവസ്ഥലത്തിലേക്ക് നമ്മൾ പോകുന്നു. അപ്പോൾ സന്തോഷത്തോടെ ഈ ലോകത്തുനിന്ന് യാത്ര പറയുക നമുക്കിടയാകണം. അത് സാധിക്കണമെങ്കിൽ ദൈവാത്മാവ് നമ്മിൽ വസിക്കണം, ദൈവം നമ്മിൽ വസിക്കണം. ദൈവമേ, നമ്മുടെ വേദവാസ്തക വായനകളും പ്രാർത്ഥനകളും ആരാധനകളൊക്കെ അതിന് നമ്മെ സഹായിക്കണം. അതിന് നമ്മെ സഹായിക്കട്ടെ. എല്ലാവരെയും ഈ വേദഭാഗം നമ്മുടെ ജീവിതവുമായി താരതമ്യം ചെയ്ത് ചിന്തിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ.